അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലി ഇബാദില്ലാഹി സ്വാലിഹീൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ സുദിനത്തിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. അതിനാൽ തന്നെ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പരിശുദ്ധമായ ഒരു കുഞ്ഞു സ്വലാത്ത് പരിചയപ്പെട്ടു. അൽഹംദുലില്ലാഹ്, ആ സ്വലാത്തിൻ്റെ ഒരുപാട് പോരിശകളും നേട്ടങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ പവിത്രതയെല്ലാം നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതും അല്ലെങ്കിൽ പറയുന്ന വിഷയവും നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലുള്ള സ്വലാത്തിൻ്റെ പോരിശയും അതുപോലെ തന്നെ അവിടത്തേക്ക് സ്വലാത്ത് ചൊല്ലിയാലുള്ള നേട്ടത്തിനെ കുറിച്ചുമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എന്നാൽ തന്നെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമ്മിലേക്ക് സമാഗതമാകുന്നത് മദീനയുടെ മണവാളനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസമാണ്. അതിനാൽ തന്നെ തീർച്ചയായിട്ടും ആ ഒരു പവിത്രമായ മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോഴേക്കും അൽഹംദുലില്ലാഹ് ഒരുപാട് സ്വലാത്തുകൾ നമുക്ക് മദീന മലർവാടിയിലേക്ക് ഹദിയ ചെയ്യേണ്ടതുണ്ട്. അതിനാൽ തന്നെ തീർച്ചയായിട്ടും അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഈ സഫർ മാസത്തിൽ നമ്മൾ ദിനേനെ പരിചയപ്പെടുന്ന, പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയും അതിനോട് അനുബന്ധിച്ച് വെള്ളിയാഴ്ച രാവിലെ നമ്മൾ പരിചയപ്പെടുത്തുന്ന സ്വലാത്തുകൾ അതിനൊരു മുതൽക്കൂട്ടാവണം. പ്രിയപ്പെട്ടവരെ, സ്വലാത്ത് എന്ന് പറയുന്നത് കേവലം ഒരു സ്വലാത്ത് മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് എല്ലാവർക്കും എല്ലാ സമയത്തും, പ്രത്യേകിച്ച് സഹോദരിമാർക്ക്, അവർക്ക് അശുദ്ധിയുള്ള സമയത്ത് നമസ്കാരമാണെങ്കിലും അതുപോലെ തന്നെ നോമ്പാണെങ്കിലും ഒന്നും അനുഷ്ഠിക്കാൻ ശറഅ് അനുവദിക്കുന്നതില്ല. പക്ഷേ സ്വലാത്തിന് അതിനൊരു അതിർവരമ്പില്ല. അത് രോഗികൾക്കാണെങ്കിലും അതുപോലെ തന്നെ സഹോദരിമാർക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും കൊച്ചുമക്കൾക്കാണെങ്കിലും എല്ലാവർക്കും ഈക്വലാണ്. സ്വലാത്ത് ആർക്കും എവിടെയും എപ്പോഴും ചെല്ലാം. സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ ആരാണോ ചൊല്ലുന്നത് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഒരു കാരുണ്യവും അതുപോലെ തന്നെ അനുഗ്രഹവും എപ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കും. അതിനാൽ സ്വലാത്ത് എന്ന് പറയുന്നത് വെറും കേവലം ഒരു മദ്ഹ് ചൊല്ലൽ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ കിട്ടൽ എന്ന് മാത്രം നമ്മൾ ചിന്തിക്കരുത്. മറിച്ച് സ്വലാത്ത് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്ത ഒരു കാര്യവുമില്ല എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ തീർച്ചയായിട്ടും മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തമ്മെ ഉണർത്തുന്നത്, എൻ്റെ പേരിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലൂ, നിങ്ങൾക്ക് ഏത് കാര്യവും നേടിയെടുക്കാൻ എൻ്റെ മേലുള്ള സ്വലാത്ത് ഉപകരിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ ഉണർത്തുന്നത്. അതിനാൽ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെ സ്വലാത്തായി മാറണം. പ്രിയപ്പെട്ടവരെ, സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും നീങ്ങാൻ അതൊരു കാരണമാകും. അതുപോലെ തന്നെ എത്രയോ കടങ്ങളുള്ള വ്യക്തികൾ നമ്മുടെ ഇടയിലുണ്ട്. അവരുടെ കടങ്ങളെല്ലാം മാറിക്കിട്ടാനും അതുപോലെ തന്നെ സന്തോഷവും സമാധാനവും കൈവരിക്കാനും എല്ലാം ഈ സ്വലാത്ത് ഒരു കാരണമാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ സമാധാനമില്ല അല്ലെങ്കിൽ സന്തോഷമില്ല എന്ന് പറയുന്ന ആളുകൾക്കെല്ലാം സ്വലാത്ത് നിരന്തരമായി ധാരാളമായി വർദ്ധിപ്പിക്കുന്നതിലൂടെ മനസ്സിന് മനഃശാന്തിയും അതുപോലെ തന്നെ അവരുടെ ഭവനത്തിൽ ബർക്കത്തും സമാധാനവും കൈവരിക്കുമെന്നതാണ്. അതിനാൽ തന്നെ സ്വലാത്ത് കൊണ്ട് നമുക്ക് നേടാൻ പറ്റാത്ത ഒരു കാര്യവുമില്ല. എല്ലാ കാര്യങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുള്ള സ്വലാത്താണ്. അതാണ് അതിൻ്റെ ഒരു അവിഭാജ്യ ഘടകം എന്ന് പറയുന്നത്. അതിനാൽ തന്നെ തീർച്ചയായിട്ടും ഈ സ്വലാത്ത് നമ്മൾ പ്രാവർത്തികമാക്കുന്നതിലൂടെ, നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിലൂടെ അൽഹംദുലില്ലാഹ് നമുക്ക് എല്ലാ കാര്യങ്ങളും സ്വായത്തമാക്കിയെടുക്കാൻ സാധിക്കും, കരസ്ഥമാക്കാൻ സാധിക്കും. അതിൽ
നമ്മുടെ ദുനിയാവിലുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ നാളെ മഹ്ശറിൽ ചെല്ലുന്ന സമയത്ത് നമ്മുടെ ബർസഖിയായ ഖബർ ജീവിതം അത് സുന്ദരമാക്കാനും അതുപോലെ തന്നെ ആ ഖബർ വിശാലമാകാനും കൂടാതെ മഹ്ശറയിൽ അള്ളാഹുവിൻ്റെ അവൻ മഹാസഭയിൽ തീർച്ചയായിട്ടും എല്ലാവരും ഭയന്ന് വിറക്കുന്ന ആ ഒരു അന്തരീക്ഷത്തിൽ ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ നന്മകൾ തിന്മകൾ തൂക്കുന്ന ആ ഒരു മീസാൻ തുലാസിൽ നമ്മുടെ കാര്യം എന്താണ് എന്ന് വ്യാകുലതപ്പെടുന്ന ആ ഒരു സമയത്ത്, അതുപോലെ തന്നെ സിറാത്ത് പാലം കടക്കുന്ന സമയത്തെല്ലാം മിന്നൽ വേഗതയിൽ കടക്കാനെല്ലാം ഈ പരിശുദ്ധമായ സ്വലാത്ത് കാരണമാണ്. അതിനാൽ തന്നെ ഈ സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ നമുക്ക് ഈമാൻ കൈവരിക്കാനും അതുപോലെ തന്നെ സുന്ദരമായിട്ട് ഈ ഭൂമി ലോകത്തിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ആ കലിമ ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാനും അതുപോലെ തന്നെ നാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശുപാർശ നമുക്ക് കരസ്ഥമാക്കാനെല്ലാം ഈ സ്വലാത്ത് കാരണമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതിൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ചൊല്ലാൻ പറ്റുന്ന ഏത് സമയത്തും, പീരീഡിൻ്റെ സമയത്താണെങ്കിലും മറ്റുള്ള സമയത്താണെങ്കിലും രോഗികൾക്കാണെങ്കിലും എല്ലാവർക്കും ചൊല്ലാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്വലാത്ത് എന്നത്. അതിനാൽ തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സ്വലാത്ത് നമ്മൾ മുറുകെ പിടിക്കുന്നതിലൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരാനും അതൊരു കാരണമാണ്. അതിനാൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞത്, എൻ്റെ പേരിൽ നിങ്ങൾ ധാരാളമായി സ്വലാത്ത് ചൊല്ലൂ, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാമെന്നാണ്. പ്പെട്ടവരെ, സ്വലാത്തിന് ഇന്ന ദിവസം എന്നില്ല. ഇന്നും സ്വലാത്തിൻ്റെ ദിവസമാണ്, ഇന്നലെയും സ്വലാത്തിൻ്റെ ദിവസമാണ്, എല്ലാ ദിവസവും എനി ടൈം എല്ലാ ദിവസവും സ്വലാത്തിൻ്റെ ദിവസമാണ്. എന്നാൽ പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ സുദിനത്തിലും വെള്ളിയാഴ്ച രാവിലും നമ്മൾ ധാരാളം സ്വലാത്ത് അധികരിപ്പിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം. അതിനാൽ തന്നെ തീർച്ചയായിട്ടും മഹത്തുക്കൾ അവരുടെ ഏടുകളിൽ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട്, പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം ഇന്ന ദിവസമാണ്, അല്ലെങ്കിൽ ഇന്ന ദിവസമാണ് കൂടുതൽ ഇജാബത്ത് ലഭിക്കുക എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും ശക്തമായത് ബഅദൽ അസറിൻ്റെ സമയത്താണ് ഏറ്റവും നമ്മുടെ ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്നതും അതുപോലെ തന്നെ സ്വലാത്തുകൾ നമുക്ക് ധാരാളമായി വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു സുന്ദരമായ സമയം എന്ന് പറയുന്നത് ബഅദൽ അസ്ർ എന്നാണ് ഷറയിൽ കറതീർത്ത് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. അതിനാൽ തന്നെ നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ കറതീർത്ത് പറഞ്ഞിട്ടുള്ളത് പരിശുദ്ധമായ സ്വലാത്ത് തങ്ങളുടെ മേലിൽ ചൊല്ലുന്നതിലൂടെ നിങ്ങൾക്ക് എല്ലാ ആവശ്യങ്ങളും നേടിയെടുക്കാമെന്നാണ്. ബഅദൽ അസ്ർ എന്ന് തന്നെ വഹീന്റെ വചനം ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിനാൽ തന്നെ തീർച്ചയായിട്ടും ജുമാ നമസ്കാരം കഴിഞ്ഞ് ആരാണോ സ്വലാത്ത് ചൊല്ലുന്നത് ആ ഒരു വ്യക്തി അസർ നമസ്കാരത്തിൻ്റെ ശേഷം തൻ്റെ നമസ്കാര മുസല്ലയിലിരുന്ന്, പുരുഷന്മാരാണെങ്കിൽ പള്ളിയിലോ എവിടെയാണോ അവർക്ക് സൗകര്യമാകുന്നത് അവിടെ, സ്ത്രീകൾ അവരുടെ ഭവനത്തിൽ അവർക്ക് എവിടെയാണോ സൗകര്യപ്രദമാകുന്നത് അവിടെ വെച്ച് ആ മുസല്ലയിലിരുന്ന് അവിടുന്ന് എഴുന്നേൽക്കാതെ 80 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഈ ഒരു പറയുന്ന സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഓഫർ എന്തെന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയാമോ? തീർച്ചയായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നു, എൻ്റെ മേലിൽ അസർ നമസ്കാരത്തിൻ്റെ ശേഷം ആരാണോ 80 പ്രാവശ്യം സ്വലാത്ത് വർഷിപ്പിക്കുന്നത് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 80 വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. 80 വർഷത്തെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 80 വർഷത്തെ പാപങ്ങൾ പൊറുക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, 80 വർഷമല്ല നമ്മൾ പാപങ്ങൾ ചെയ്ത വ്യക്തികളാണോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. 80 വർഷത്തോളം നമ്മൾ പാപങ്ങൾ ചെയ്തിട്ടുണ്ടോ? നമ്മുടെ ആയുസ് കണക്കാക്കി നോക്കുകയാണെങ്കിൽ
80 വർഷത്തോളം നമ്മൾ പാപം ചെയ്ത ആളുകളായിട്ട് നമുക്ക് കണക്കാക്കപ്പെടാൻ സാധിക്കുമോ? 80 വർഷമല്ല, നമ്മളിപ്പോൾ ഉള്ളത് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ പോലും 40 അല്ലെങ്കിൽ 30 ആ വർഷത്തിൻ്റെ അടുത്തേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 80 വർഷത്തെ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്നാണ് ഈ പരിശുദ്ധമായ ഈ സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഏറ്റവും വലിയ ഓഫർ. തീർന്നോ? തീർന്നില്ല പ്രിയപ്പെട്ടവരെ, തീർന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല 80 വർഷത്തെ പാപങ്ങൾ പുറത്തത് കൊണ്ട് മാത്രം ഈ സ്വലാത്തിനെ എന്താ പറയുക, ഈ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് പ്രതിഫലം നിർത്തുന്നില്ല. മറിച്ചെന്താ, 80 വർഷം ഇബാദത്ത് ചെയ്ത 80 വർഷം ഇബാദത്ത് ചെയ്ത ആ ഒരു വ്യക്തിയുടെ ആ ഒരു ആളെ പ്രതിഫലം കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതിനാൽ തന്നെ ബാദൽ അസ്ർ എന്ന് പറഞ്ഞ് ഏറ്റവും ശ്രേഷ്ഠമായ, നമ്മുടെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മഹാന്മാർ രേഖപ്പെടുത്തിയ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ്. അന്നാണ് നമ്മുടെ പിതാവായ മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടയ്ക്കപ്പെടുന്നത് ബാദൽ അസ്ർ, അസറിന്റെ സമയത്താണ്. ഒരു മനുഷ്യനെ ലോകത്തേക്ക് ആദ്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്നത്, പടയ്ക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു മനുഷ്യന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ബാദൽ അസ്ർ, അസർ നമസ്കാരത്തിന്റെ ശേഷമാണ്. അതിനാൽ തന്നെ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള, അത്രത്തോളം പ്രാധാന്യമുള്ള, അത്രത്തോളം മഹത്വമുള്ള ഒരു സമയമാണ് വെള്ളിയാഴ്ച ദിവസത്തിൽ അസർ സമയത്തിൻ്റെ ശേഷമുള്ള ആ ഒരു സമയം എന്ന് പറയുന്നത്. അതിനാൽ തന്നെ തീർച്ചയായിട്ടും അസറിൻ്റെ ശേഷം ഏതൊരു വ്യക്തിയാണോ 80 പ്രാവശ്യം ഈ പറയുന്ന ഈ സ്വലാത്ത്, ആ സ്വലാത്ത് ഇപ്രകാരമാണ്: അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിൽ ഉമ്മി വഅലാ ആലിഹി വസ്സഹബി വസല്ലിം തസ്ലീമാ. എന്താണ് ഇതിൻ്റെ അർത്ഥം? സ്വലാത്ത് സ്വലാത്തുൽ ഉമ്മി എന്നാണ് അറിയപ്പെടുന്നത്. അത് ഇപ്രകാരമാണ്: അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിൽ ഉമ്മി വഅലാ ആലിഹി വസ്സഹബി വസല്ലിം തസ്ലീമാ. എന്താണ് ഇതിൻ്റെ സാരം? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ, അല്ലാഹുവേ ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നീ സ്വലാത്ത് നൽകണം, ഗുണം നൽകണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിൽ ഉമ്മി, നബി ആരാണ്? അൽ ഉമ്മി, ഉമ്മിയായ പ്രവാചകൻക്ക് നീ സലാത്തും ഗുണവും നൽകണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിൽ ഉമ്മി വഅലാ ആലിഹി വസ്സഹബി വസല്ലിം തസ്ലീമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിൻ്റെ മേലും അവിടുത്തെ സ്വഹാബിമാരുടെ മേലും നീ ഗുണവും രക്ഷയും നൽകണം എന്നാണ് ഈ ഒരു പവിത്രമായ ഈ കുഞ്ഞു സ്വലാത്തിൻ്റെ മായന എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, സലാത്തും സ്വലാമും ഇതിൽ സമ്മേളിച്ചു, അതുപോലെ തന്നെ അവിടുത്തെ മധുവും സമ്മേളിച്ചു. അങ്ങനെ എല്ലാം ഉൾപ്പെടുന്ന ഒരു കുഞ്ഞു സ്വലാത്താണ് ഈ പറയപ്പെട്ട സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിൽ ഉമ്മി വഅലാ ആലിഹി വസ്സഹബി വസല്ലിം തസ്ലീമ. ഉമ്മിയായ പ്രവാചകൻക്കും അതുപോലെ തന്നെ അവിടുത്തെ കുടുംബത്തിനും സ്വഹാബത്തിനും രക്ഷയും സമാധാനവും നൽകണേ എന്നതാണ് ചുരുങ്ങിയ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അതിനാൽ തന്നെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളും, എല്ലാ വിശ്വാസിനികളും, ഞാൻ ഉൾപ്പെടെ ഇന്നത്തെ അസർ നമസ്കാരത്തിൻ്റെ ശേഷം ഇൻഷാ അല്ലാഹ് ഒരു 80 പ്രാവശ്യം നമ്മൾ ഈ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. അൽഹംദുലില്ലാ പ്രിയപ്പെട്ടവരെ, ഈ സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ നമുക്ക് ഒരു മുടക്കുമില്ല, ഒരു പ്രയാസവും ഇല്ല. നമുക്ക് ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നത്, എല്ലാം നമുക്ക് ബെനിഫിറ്റാണ് കിട്ടുന്നത്. നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈ സ്വലാത്ത് ചൊല്ലിയതിൻ്റെ ശേഷം ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ആവശ്യം എന്താണോ അത് അള്ളാഹുവിൻ്റെ മുന്നിൽ നിങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ അതിന് ഇജാബത്ത് ലഭിക്കുന്നതിൽ തർക്കമേ ഇല്ല എന്നാണ് മഹാന്മാർ രേഖപ്പെടുത്തുന്നത്. അതിനാൽ അത്രത്തോളം പവിത്രമായ, അത്രത്തോളം പോരിശേറിയ, ഇജാബത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സമയമാണ് അസർ നമസ്കാരത്തിൻ്റെ ശേഷമുള്ള സമയം, ബാദൽ അസുർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അത് നമ്മുടെ രാജാതിരാജനായ അള്ളാഹുവിൻ്റെ മുന്നിൽ നമുക്ക് സമർപ്പിക്കാൻ പറ്റുന്ന ഒരു പവിത്രമായ ഒരു സമയമാണ് അസറിൻ്റെ സമയം എന്ന് പറയുന്നത്. അതിനാൽ തന്നെ ആർക്കും പ്രത്യേകിച്ച് തിരക്കില്ലാത്ത അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു സമയമാണ് ബാദൽ അസുർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഈ സ്വലാത്ത് 80 പ്രാവശ്യം
ചൊല്ലിയതിൻ്റെ ശേഷം നമ്മുടെ ആവശ്യം എന്താണോ അത് നമ്മുടെ നാഥൻ മുന്നിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദുആക്ക് ഇജാബത്ത് നൽകുമെന്നതിൽ തർക്കമില്ല. അത്രത്തോളം പ്രാധാന്യമുള്ള, അത്രത്തോളം മഹത്വമുള്ള, അത്രത്തോളം ശ്രേഷ്ഠതയുള്ള, പവിത്രതയുള്ള ഒരു കുഞ്ഞു സ്വലാത്താണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ സ്വലാത്ത്. അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും ഈ സ്വലാത്തിൽ ഭാഗവാക്കാവുക, പങ്കാളിയാവുക. ഇൻഷാ അല്ലാഹ് ഈ സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ കടങ്ങളും എല്ലാത്തിൽ നിന്നും മോചനം ലഭിക്കാനും ഈ ഒരു കുഞ്ഞു സ്വലാത്ത് ഉപകാരമാകും, കാരണമാകും എന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശുപാർശ നമുക്ക് നാളെ മഹ്ശറയിൽ ലഭിക്കാൻ ഈ സ്വലാത്ത് കാരണമാകും. അതുകൊണ്ട് തന്നെ എല്ലാവരും മാക്സിമം ഇന്നത്തെ ഈ ദിവസം 80 പ്രാവശ്യം, അതിലേറെ കൂടുതൽ ചെല്ലാം, പക്ഷെ 80 ഇതിൻ്റെ ഒരു കണക്ക്. 80 പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് ഈ സ്വലാത്തിൽ ഭാഗവാക്കാവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണമെന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് തെറ്റിലും അതുപോലെ തന്നെ അന്യായ പ്രവൃത്തിയിലെല്ലാം ഏർപ്പെടുന്ന ഒരു സമൂഹമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിം ജനത, വിശ്വാസിനികൾ എന്ന് നമ്മൾ പേരെടുത്ത് പറയെങ്കിൽ പോലും അവരുടെ ആ ഒരു നാമത്തിൽ മാത്രമേ അവരുടെ ആ പേരുള്ളൂ, പക്ഷെ കർമ്മത്തിൽ അവർ മുസ്ലിം ആയിട്ടല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ ആധുനിക കാലഘട്ടത്തിൽ എത്രയോ മുസ്ലിം സഹോദരന്മാർ വഴിതെറ്റി സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവർക്കെല്ലാം കിട്ടാത്ത ഒരു ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയത് ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് പറയുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് നമ്മൾ അള്ളാഹുവിനെ എത്രയും സ്തുതിച്ചു കഴിഞ്ഞാൽ മതിയാകില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക്, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് എന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്വലാത്ത് ആരൊക്കെയാണോ ചൊല്ലുന്നത് അവരുടെ എല്ലാം പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദീനിൽ തത്തുല്യമായ പ്രതിഫലം, ഒത്തിരി ഫലം കുറയാതെ തത്തുല്യമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ആരൊക്കെയാണോ ഷെയർ ചെയ്ത് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അതിനാൽ തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശുപാർശ ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ, മുഹ്സിനീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വലാത്ത് കൊണ്ട് വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ പാപികളായ നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുക്കന്മാർ, അതുപോലെ തന്നെ ഉറ്റവർ ഉടയവർ, അവരുടെ എല്ലാം ബർസഖിയായ ജീവിതം, ഖബർ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷകരമാക്കി ആനന്ദകരമാക്കി മാറ്റുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മിൽ നിന്ന് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എല്ലാം അനുഭവിക്കുന്ന എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഈ സ്വലാത്തിൻ്റെ ഹക്ക് കൊണ്ട്, ഹക്ക് ജാവ് ബർക്കത്തുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കൊടുത്ത് സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വലാത്ത് കൊണ്ട് വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ, മുഹ്സിനീങ്ങളിൽ പാപികളായ നമ്മളെല്ലാവരെയും ചേർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് മറ്റൊരു ഇസ്ലാമിക് ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും പ്രിയപ്പെട്ടവരും അതുപോലെ തന്നെ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയത്തോടെ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. ശുഭപ്രതീക്ഷയോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.